കേന്ദ്ര പദ്ധതിക്കകത്ത് ഈ അടുത്തിടെയായിട്ട് കടന്നുകൂടിയിരിക്കുന്ന ഒരു ഡിസ്റ്റോർഷൻ കൂടെ ഉണ്ട്. പൊളിറ്റിക്കൽ ഡിസ്റ്റോർഷൻ അല്ല ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിന് പറ്റാത്ത അല്ലെങ്കിൽ കേരളത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അയൽ സംസ്ഥാനങ്ങളിലും ഇതേ പ്രശ്നം ഉദ്യോഗസ്ഥർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിനും അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങൾക്ക് പറ്റാത്ത രീതിയിലുള്ള മാർഗരേഖകളിൽ ഉള്ള തടസ്സങ്ങൾ വരും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ തടസ്സങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെയുള്ള പദ്ധതികളുടെ മാക്സിമൈസ് ചെയ്യാൻ. എന്നാൽ ഞാനൊക്കെ ഒരു 30 വർഷം മുമ്പ് ധനകാര്യത്തിൽ ജോലി തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിഷമമില്ല. കാരണം കേരളത്തിലെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓട്ടോണമി കാണും, കുറച്ച് ക്രൈറ്റീരിയ നമുക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ കാണും, കുറച്ചുകൂടി ഒരു ഡയലോഗ് ബേസ്ഡാണ്. ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണത, ആ ഡയലോഗിനകത്ത് നല്ല ക്ഷീണം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുമ്പോൾ ഞാനും ബഹുമാനപ്പെട്ട ശിവദാസ മേനോൻ സാറും കൂടെ അന്ന് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നപ്പം അന്ന് മേജർ ജസ്വന്ത് സിംഗ് സാറായിരുന്നു കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രി. ഞങ്ങൾ രണ്ടുപേരും കൂടെ, വിനോദ് റായ് സാറും ഉണ്ടായിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി, ഞാൻ സെക്രട്ടറി, ബഹുമാനപ്പെട്ട മിനിസ്റ്ററും കൂടെ ചേർന്ന് നടന്ന ഒരു പെറ്റീഷൻ അദ്ദേഹം കൊടുത്ത് അദ്ദേഹം അതിനകത്ത് സഹായകരമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ. അപ്പോൾ ഫെഡറൽ സംവിധാനത്തിൽ വലിയ ഡയലോഗിനൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പം ഞാൻ അത്രയും കാണുന്നില്ല. കാരണം ഞാനിപ്പോൾ ഇരിക്കുന്നത്, അപ്പം നമുക്കൊരു വിഷയം പോയിട്ട് ചർച്ച ചെയ്ത് ഒരു തീർപ്പാക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പം കിഫ്ബിയുടെ കടം പരിധിയിൽ കൂട്ടും. അപ്പോൾ ഇപ്പോൾ ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുക ഇതേ വിഷയത്തിൽ. ആ കടം പരിധിയിൽ കൂടുമെന്ന് പറയുമ്പോൾ തന്നെ നാഷണൽ ഹൈവേയുടെ മോഡലും നമ്മുടെ മോഡലും ഒന്ന് തന്നെയാണ്. അപ്പോൾ നാഷണൽ ഹൈവേ മോഡലിൽ നാഷണൽ ഹൈവേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് കൺട്രോൾഡ് ലെവറേജ് മോഡൽ ഒന്നും അല്ലാതെ തന്നെ സാധാരണഗതിയിൽ അവർ കടമെടുക്കുമ്പോൾ അത് കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കുന്നതിന് ഉള്ള ഒരു പരിഗണന പോലും നമ്മളുടെ നിന്ന് തന്നിട്ടില്ല. ഈ ഒരു ഡയലോഗ് അസാധ്യമായി വരുന്ന ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം കാണുന്നു ഞാൻ. അതിന് അയവ് വരുമായിരിക്കും, പക്ഷേ ഇപ്പം ഞാനത്